കേരളത്തിൻ്റെ ഏകദേശം എല്ലായിടത്തും ഈസി ആയിട്ട് എത്തിപ്പെടുന്ന രീതിയിൽ വെൽ കണക്റ്റഡ് ആയിട്ട് റോയൽ ഡ്രൈവ് ആരംഭിച്ചു. എങ്ങനെയാണ് ആക്ച്വലി വണ്ടി കച്ചവടത്തിലേക്ക് വരുന്നത്? വണ്ടി കച്ചവടത്തിലേക്ക് വരുന്നത്, ഞാൻ പ്രവാസിയായിരുന്നു അന്ന്. നമ്മൾ പറഞ്ഞതുപോലെ പ്രവാസത്തിൻ്റെ ഇടയിൽ ഒരു ബ്രേക്കിന് വേണ്ടി നാട്ടിൽ വന്നതായിരുന്നു. അപ്പോൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ചിന്തകൾ നോക്കുമ്പോൾ ഞാൻ ബേസിക് ഒരു മൊബൈൽ ടെക്നീഷ്യൻ അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പായിരുന്നു എനിക്ക് സൗദിയിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മലപ്പുറത്ത് തിരിച്ച് വന്നൊരു മൊബൈൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് ഈ വണ്ടി എന്നുള്ളത് എൻ്റെ ഒരു പാഷനായിരുന്നു. അപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങുന്നു, അതിൻ്റെ കൂടെ അത് സെയിൽ ചെയ്യുന്നു എന്നൊരു കൺസെപ്റ്റ് തുടങ്ങി പരിപൂർണമായിട്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിനേക്കാൾ എൻ്റെ പാഷൻ ഇതായതുകൊണ്ട്, എൻ്റെ വണ്ടികളോട് ഇഷ്ടമായതുകൊണ്ട് അതിലോട്ട് കംപ്ലീറ്റ് ആയി മാറി. ആദ്യം വിൽക്കാൻ വേണ്ടി വാങ്ങിച്ച വണ്ടി ഏതാ? ആദ്യം വിൽക്കാൻ വേണ്ടി വാങ്ങിച്ച വണ്ടി ലാൻസറാണ് എൻ്റെ ഓർമ്മയിൽ. വാങ്ങിച്ചു? അത് ബെൽഗാമെന്നാണ് വാങ്ങിച്ചത്. ഫുൾ പേയ്മെന്റ് കൊടുത്ത് വാങ്ങാനുള്ള പൈസ ഉണ്ടായിരുന്നു. ഞാനെന്താ വെച്ചാൽ സൗദി പോയി വന്ന ആ സമയത്ത് പ്രവാസി സംരംഭകനാണ്, പ്രവാസി റിട്ടേൺ സംരംഭകനാണ്. തീർച്ചയായിട്ടും. ഓക്കെ, ശരി. ആ ലാൻസർ കൊണ്ടുവന്നു. സത്യത്തിൽ അത് കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് എഞ്ചിൻ പണിയായി. അപ്പോഴേ പക്ഷെ എനിക്കറിയാം അത് എൻ്റെ ഇവാലുവേഷൻ മിസ്റ്റേക്ക് ആണ് എന്നുള്ളത് അറിയാം. പക്ഷെ ഞാൻ അവിടുന്ന് ഓടിച്ചാൽ വന്നത്. വരുന്ന വഴിയിലൊന്നും കുഴപ്പമില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് അതിന് കംപ്ലൈൻറ്റ് വന്നു. ശരി. പിന്നെ അത് നമ്മൾ റിപ്പയർ ചെയ്ത് വിറ്റു. പ്രോഫിറ്റ് ഒന്നും വന്നില്ല. പക്ഷെ ഞാൻ അപ്പോഴേ തന്നെ അടുത്ത വണ്ടി പർച്ചേസ് ചെയ്ത് കാര്യങ്ങളും കുറച്ച് പഠിച്ചു കാണാം. അതെ. ഇതിലേക്ക് വരാനുള്ള ഒരു ചെറിയ കാരണം, നമ്മളിപ്പോൾ ഒരു മലബാറിലൊരു ഏതൊരു വ്യക്തിക്കും എങ്ങനെ ഗൾഫിലെത്താമെന്നുള്ളതാണ് ആദ്യത്തെ മോഹം. SLC പാസ്സായതിന് മുമ്പ് എത്താൻ പറ്റുമെന്ന് പലരും ആഗ്രഹിക്കുന്നത്. അത് എൻ്റെയൊക്കെ ആ ഏജിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് ഇത്ര വയസ്സായാലേ പോകാൻ പറ്റുള്ളൂ, പാസ്പോർട്ട് എടുക്കണം. ആ ഗ്യാപ്പിൽ എൻ്റെ ഒരു റിലേഷനിൽ പെട്ട എൻ്റെ ഒരു വളരെ അടുത്ത എൻ്റെ റിലേഷനിൽ പെട്ട ഒരു ആളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടായി. ആ വർക്ക് ചൂസ് ചെയ്യാൻ കാരണം എനിക്ക് വാഹനങ്ങളുള്ള ഇഷ്ടമാണ്. അദ്ദേഹം RTO ഏജൻറ്റ് പ്ലസ് ഈ പ്രിയോണ്ട് കച്ചവടം അന്നത്തെ കാലത്ത്. ശരി. ഏത് വർഷമായിരുന്നത്? അത് എൻ്റെ വിശ്വാസം 99, 2000, 98, 99, 2000. ഓക്കെ, ആ വർഷത്തിലാണ്. കാരണം 96-ലാണ് SLC കഴിഞ്ഞു തോന്നുന്നത്. ശരി. അപ്പോൾ അന്ന് മുതൽ വണ്ടി കച്ചവടത്തിലുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വണ്ടികൾ മാറി ഉപയോഗിക്കുന്ന വരും. റിലേഷൻ ആയതുകൊണ്ട് നമ്മൾ കാണും. അപ്പം ഞാൻ അപ്രോച്ച് ചെയ്തു. ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി. ശരി. അതിൽ നിന്നാണ് ഇതിൻ്റെ ബാലപാഠം ശരിക്കും പഠിക്കുന്നത്. ഈവൻ RTO ഓഫീസിലെ കാര്യങ്ങൾ എന്താണ്, RC ബുക്ക് എങ്ങനെ, അത് എന്തെല്ലാം നോക്കണം, അങ്ങനെ ഒരു ബേസിക് ഐഡിയ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് പാസ്പോർട്ട് കിട്ടിയ വിസയ്ക്ക് ഞാൻ സൗദി പോയി. അങ്ങനെ പോയിട്ടാണ് പിന്നെ അത് കഴിഞ്ഞൊരു 9 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് ഞാൻ ഈ മൊബൈൽ ഷോപ്പ് അതിൻ്റെ ഇടയിൽ സൗദിയിൽ മൊബൈൽ ഷോപ്പ് തുടങ്ങി. അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലോട്ട് വന്ന് വീണ്ടും മലപ്പുറത്ത് മൊബൈൽ ഷോപ്പ് തുടങ്ങി. അങ്ങനെ മൊബൈൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഈ വാഹനങ്ങളുള്ള ഇഷ്ടമുണ്ട്. അതിൻ്റെ പഴയ അന്നത്തെ കുറേ എക്സ്പീരിയൻസും ആളുകളൊക്കെ അപ്പോഴും അവിടെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഏത് വർഷമാണ് തിരിച്ചു വന്നത്? 2007-ലാണ് തിരിച്ചു വന്നത്. പക്ഷെ ഒരു വർഷം ഞാൻ ന്യൂട്രലായി നിന്നു. 2008-ലാണ് ഞാൻ ഈ വാഹനങ്ങൾ വാങ്ങാൻ തുടങ്ങി. ഒരു വർഷം ഞാൻ ഈ മൊബൈൽ ഷോപ്പ് കൊണ്ട് തന്നെ നടന്നു. അപ്പോൾ 2008 തൊട്ടാണ് ശരിക്കും ഇതിലോട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് എന്തായാലും പുറത്ത് പോയതുകൊണ്ട് ഭാഷ ഹിന്ദി എൻ്റെ കയ്യിൽ നല്ല ഫ്ലുവൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വഴി അങ്ങനെ ഞാൻ മുംബൈ പോയി ആദ്യം വണ്ടി നോക്കാൻ. അങ്ങനെ അവിടുന്ന് മുംബൈയിൽ നിന്ന് വാഹനം എടുത്തു. അവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ മുംബൈ തിരഞ്ഞ് കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് കോലാപൂരായിരുന്നു. കോലാപൂരിൽ നിന്ന് തൊട്ടടുത്ത ബൽഗാം. ആ കെയർ ഓഫിൽ ബൽഗാം എന്നൊരു ലാൻസർ പർച്ചേസ് ചെയ്ത് അങ്ങനെയാണ് ആ വണ്ടി കൊണ്ടുവന്ന് നമ്മളത് ബാക്കി എങ്ങനെ NOC എടുക്കണം എന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഓൾറെഡി എൻ്റെ ഈ പഴയ എക്സ്പീരിയൻസ് കാരണം അങ്ങനെയാണ് ശരിക്കും ഇത് പ്രൊഫഷണലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരി. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്. സ്റ്റാർട്ട്. അപ്പോൾ എങ്ങനെയാണ് റോയൽ ഡ്രൈവിലേക്ക് വരുന്നത്? റോയൽ ഡ്രൈവ് പിന്നെ ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി ബിസിനസ്സിന് നമുക്കൊരു ബിസിനസ് ചെയ്യണം. കാരണം ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡോക്ടർ ആവുന്നു, ഒരു എൻജിനീയർ ആവുന്നു, ഇതെല്ലാം സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾ പഠനത്തിന് ശേഷം. അപ്പോൾ അന്ന് ഈ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കോഴ്സുകളൊക്കെ വന്നു. അപ്പം ഞാൻ അതിന് എങ്ങനെ ഒന്ന് തലയിട്ട് നോക്കും, എന്താണ് അവിടേക്ക് പറയുന്നത്, സംഭവിക്കുന്നത് അറിയാം.
അപ്പോൾ ആ സമയത്ത് എനിക്ക് മനസ്സിലായത് നമുക്ക് സമയം അറിയാതെ, നമ്മൾ ക്ഷീണിക്കാതെ, അല്ലെങ്കിൽ ക്ഷീണം അറിയാതെ, വിശപ്പറിയാതെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു മേഖല തിരഞ്ഞെടുത്താൽ നമുക്ക് കുറച്ചുകൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അതിൽ. ശരി. അപ്പോൾ എനിക്ക് കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല, അത് എൻ്റെ ഏറ്റവും ബെസ്റ്റ് വാഹനം എന്നുള്ള. അപ്പോൾ അതുവരെ ഞാൻ ധരിച്ചിരുന്ന ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നു, അത് വിൽക്കുന്നു, ഇത്ര മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് മാറി ഇതിനൊരു പ്രോസസ്സ് ഉണ്ടാക്കണം, ഒരു SOP വേണം, ഇതിലൊരു HR ഡിപ്പാർട്ട്മെൻറ്റ് വേണം, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വേണം, മാർക്കറ്റിംഗ് വേണം, IT വേണം, ഇങ്ങനെ ഇതിൻ്റെ എല്ലാ സ്തംഭങ്ങളെക്കുറിച്ച് പഠിക്കുകയും, അപ്പോൾ ഒരു വലിയ വിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ആ വിഷൻ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബ്രാൻഡ് ബിൽഡ് ചെയ്താലാണ് നമുക്ക് അതൊരു യഥാർത്ഥത്തിലൊരു ബിസിനസ്സായി പോവുള്ളൂ എന്നുള്ള തിരിച്ചറിവ് ആ സമയത്താണ് വന്നത്. ശരി. ഇപ്പോൾ സുജിത്തിനെ കാണുന്ന 18-ൽ തന്നെ ഞാൻ ഈ വിഷനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 2014 ഞാൻ എഴുതപ്പെട്ട വിഷയം, അന്ന് റോയൽ ഡ്രൈവ് എന്ന പേരില്ല, അതാണ് ഇന്ന് ഞങ്ങളുടെ ചുമരിൽ പേസ്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ ഇതിനൊരു നമ്മളുടെ ഒരു കാൽവെപ്പ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ അതായത് നമ്മുടെ ഒരു കാൽപ്പാട് ഇവിടെ ബാക്കി വെച്ച് പോകണം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് റോയൽ ഡ്രൈവ് എന്നൊരു കൺസെപ്റ്റിലേക്ക് വന്നത്. ഇപ്പോൾ ഞാൻ 2008 മുതൽ 2015 വരെ ഞാൻ വളരെ ഫ്രീ ആയിട്ട് എൻ്റെ ഇഷ്ടംപോലെ സമയമുണ്ട്. അതിൽ നിന്നുള്ള ആ കംഫർട്ട് സോണിനെ പൊട്ടിച്ചിട്ടാണ് ആക്ച്വലി റോയൽ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം തുടങ്ങുന്നത്. അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 2016 ഞങ്ങൾക്ക് ERP ഉണ്ട്, 2016 ഞങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 19 ശേഷമാണ് പല ബിസിനസ് മോഡലുകളും വെബ്സൈറ്റിനെ കുറിച്ചൊക്കെ കൊറോണയ്ക്ക് ശേഷമാണ്, 20 ശേഷമൊക്കെയാണ് സജീവമായി ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോൾ നമ്മൾ അന്നേ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു റോബോട്ട് വരെ ഉണ്ടായിരുന്നു ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി. ഏത് വർഷമായിരുന്നു? 2018. അതെ. അപ്പോൾ നമ്മൾ ഏറ്റവും ഇന്നോവേറ്റീവായിട്ട്, ഏറ്റവും അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങളെ അഡാപ്റ്റ് ചെയ്താൽ മാത്രമാണ് സ്പീഡിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഇപ്പം ഞങ്ങൾ റോയ എന്ന് പറഞ്ഞൊരു AI അംബാസിഡറെ ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഈ മുന്നോട്ടുള്ള യാത്രയ്ക്കും അല്ലെങ്കിൽ നമുക്ക് ആ വിഷൻ അത് ഉണ്ടായതുകൊണ്ടാണ് അത് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു ബ്രാൻഡ് വേണം, അതിന് നല്ലൊരു പേര് വേണം. അങ്ങനെയാണ് റോയൽ ഡ്രൈവ് 2015 ആക്ച്വലി സ്റ്റാർട്ട് ചെയ്ത് 16 തൊട്ടാണ് ഞങ്ങൾക്ക് അതിന് ഒരു ബേസായി അത് ഓടി തുടങ്ങിയത്.